ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബീസ്. അതെ, നമ്മുടെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒരു ദിവസം രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അലിയാർ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഓ ഫാത്തിമക്ക് എന്താണ് ആവശ്യം? എന്താണെങ്കിലും എന്നോട് പറയൂ ഫാത്തിമ. നീ ഇതുവരെ എന്നോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഒരു സാധനവും നീ എന്നോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം, നീ പറയൂ. നീ ഇന്ന് ഒരു രാവിലെ മുതൽ ഇത് സമയം വരെ ഒരു സാധനം നീ കഴിച്ചിട്ടില്ലല്ലോ, ഒരു ഭക്ഷണവും നീ കഴിച്ചിട്ടില്ലല്ലോ. നീ എനിക്ക് വയ്യ, നിനക്ക് എന്താണ് വേണ്ടത്? അങ്ങനെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, എന്നാലും പറയൂ ഫാത്തിമ, നിൻ്റെ ചുണ്ടുനാവൊക്കെ ഉണങ്ങി വല്ലാതെ വരണ്ടിരിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്കൊരു മാതളനാരങ്ങ കിട്ടിയാൽ കഴിക്കണമെന്ന് കൊതി തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയി മാതളനാരങ്ങ അന്വേഷിച്ചു. അങ്ങനെ മാതളനാരങ്ങ അന്വേഷിച്ച് നടന്നപ്പോൾ എവിടെ നിന്നും മാതളനാരങ്ങ അലിയാർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയില്ല. മാതളനാരങ്ങയുടെ സ്റ്റോക്കൊക്കെ തീർന്നു, ആ സീസൺ അല്ലായിരുന്നു. അങ്ങനെ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ വിചാരിച്ചു. അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും ഒരു മാതളനാരങ്ങ കിട്ടി. ആ മാതളനാരങ്ങയുമായി അലിയാർ റളിയല്ലാഹു അൻഹു വളരെയേറെ സന്തോഷത്തോടെ ലാഹത്തോടെ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. മാതളനാരങ്ങ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന് കൊടുക്കണം എന്നുള്ള അതിസന്തോഷത്തോടെ വന്നുകൊണ്ടിരുന്നപ്പോൾ വഴിയിൽ ഒരു അഭയാർത്ഥി അവശത നിലയിൽ ഒരരികിലിരിക്കുന്നു. ഒരു ശബ്ദം കേട്ട് അലിയാർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ ഒരാൾ ഇരിക്കുന്നു. അയാളോട് ചോദിച്ചു, എന്താണ് അങ്ങേക്ക് വേണ്ടത്? എന്ത് ഉപകാരമാണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് എന്താണ് സഹായം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വളരെ ക്ഷീണിതനാണ്, എനിക്ക് തീരെ സുഖമില്ലാതെ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വളരെ ദാഹിക്കുന്നു, എനിക്ക് ഒന്നും കഴിക്കാൻ ഇല്ല, എനിക്ക് വളരെ ചുണ്ടുനാവൊക്കെ ഉണങ്ങിപ്പോകുന്നു, എനിക്ക് ഒരു മാതളനാരങ്ങ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അലിയാർ റളിയല്ലാഹു അൻഹു, ആ മാതളനാരങ്ങ എൻ്റെ ഫാത്തിമ ബീക്ക് വാങ്ങിയതാണല്ലോ, ഞാൻ ഫാത്തിമ ബീയോട് മാതളനാരങ്ങ കൊണ്ടുവരാമെന്ന് പറയാമല്ലോ, എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാധനം വേണമെന്ന് പറഞ്ഞത്, അതും ഇപ്പോൾ എനിക്ക് ഒരെണ്ണമാണ് കിട്ടിയുള്ളൂ, ഇത് എങ്ങനെ ഞാൻ കൊടുക്കുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ തന്നെ അലിയാർ റളിയല്ലാഹു അൻഹു ആ മാതളനാരങ്ങയുടെ പകുതി പൊളിച്ചെടുത്ത് ആ ആതിഥേയന് നൽകി. അത് കൊടുത്ത് സമാധാനിപ്പിച്ചു. മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട് എത്തുന്നതിന് മുമ്പ് തന്നെ വേറൊരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ ഒരാൾ ഇരുന്ന് യാചിക്കുന്നു. അയാളുടെ അരികിൽ ചെന്ന് ചോദിച്ചു, എന്താണ് വേണ്ടത്? അയാൾ പറഞ്ഞു, ഞാൻ കുറേ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്